ഇന്നാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ 3.5 മാസത്തിലുള്ള കുത്തിവെപ്പ് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. കുത്തിവെപ്പൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ടും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചേ. ഞങ്ങളെ വീട്ടിലോട്ടാക്കിയിട്ട് കൊല്ലത്തൊക്കെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ കുത്തിവെപ്പ് എടുത്തിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അവിടെ ഭയങ്കരമായ തിരക്കായിരുന്നു. അങ്ങനെ പിന്നെ ഉമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡിയാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മ റെഡിയാകുന്ന സമയത്തിന് കുറച്ച് ടാങ്ക് കലക്കിയതുണ്ടായിരുന്നു. അങ്ങനെ ഇക്കാക്ക് ടാങ്കും കൊടുത്ത് ഞാനും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇക്കാക്ക് മിച്ചറ് മുട്ടായി വേണം പോലും. അങ്ങനെ മിച്ചറ് മുട്ടായും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് എടുത്തുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കാക്കാണെങ്കിൽ കാല് വയ്യാത്തതുകൊണ്ടാണ് ഏട്ടാ വീട്ടിലോട്ട് ഇറങ്ങാത്തത്. കയറി ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏട്ടാ. വൈകിട്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. ഇക്കാക്കാണെങ്കിൽ ഒട്ടും വെയിറ്റ് ചെയ്യാനുള്ളൊരു സമയമില്ലായിരുന്നു ഏട്ടാ. പിന്നെ കുറച്ച് തിരക്കുള്ള ദിവസം ആയതുകൊണ്ടാണ് ഞങ്ങളെ ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടെ കുത്തിവെപ്പൊക്കെ എടുത്തിട്ടേ വീട്ടിലോട്ട് പോകത്തുള്ളായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു കുതിര എടുക്കാനുള്ള ആളുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് മൂട്ടിൽ വേറെ ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തായാലും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. സത്യം പറഞ്ഞാൽ എൻ്റെ കൊച്ചു ജനിച്ചിട്ട് ഇന്നാണ് അവൻ ഇത്രയും ഉച്ചത്തിൽ കരയുന്നത് കേട്ടത്. ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.